ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനാണ് പോകുന്നത്. ഏകദേശം സമയം ഒരു 3 മണിയാണ്. യൂബറിൽ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. കവിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പുതിയ ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രുതി, ടിൻസി സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. ശ്രുതി സിസ്റ്ററിൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ഞാൻ പോയത്. 3 മണിക്ക് റീച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നേരത്തെ ഞാൻ പ്ലാൻ ചെയ്ത് യൂബർ ബുക്ക് ചെയ്തു. കറക്റ്റ് ടൈമിൽ തന്നെ യൂബർ വന്നു കേട്ടോ. ഇത് ശ്രുതി ചേച്ചി. ലൊക്കേഷൻ എവിടെയായിരുന്നു? തല്ലോലപ്പറമ്പില ഒരു ബ്രൈഡൽ വർക്കിന് പോവുകയാണ്. 4 ആണ് ആക്ച്വലി ടൈം. എനിക്ക് തോന്നുന്നു രാത്രി പോകുമ്പോൾ ചായ നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് അല്ലേ. എപ്പോഴും എവിടെ കണ്ടാലും മലയാളം. ഫൈനലി ബ്രൈഡിൻ്റെ വീട്ടിലെത്തി. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ബെഡിൽ തന്നെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഹെയർ ചെയ്യാനായിട്ട് ഞാനും ടിൻസി ചേച്ചി സ്റ്റാർട്ട് ചെയ്തു. മേക്കപ്പ് ശ്രുതി ചേച്ചി സ്റ്റാർട്ട് ചെയ്തു. ബ്രൈഡിൻ്റെയും അമ്മയുടെയും സിസ്റ്ററിൻ്റെയും ഫുൾ ലുക്ക് സാരി അടക്കം നമ്മളായിരുന്നു ചെയ്തത്. ബ്രൈഡിൻ്റെ അമ്മയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ നമുക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് കൊണ്ടുവന്നു, ചായ കൊണ്ടുവന്നു. അമ്മ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, ഒരു എൻ്റർടൈനറാണ്. ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഈ മാരേജ് വരെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള അവരുടെ ഈ ലൈഫിനിടയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് നമ്മളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു. ഹായ്. സോ രണ്ടുപേരും ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ശ്രുതി മാമിനെ പറയേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം ഐ എം വർക്കിംഗ് വിത്ത് ശ്രുതി മാം. ഐ എം റിയലി ഹാപ്പി, വെരി ഹാപ്പിയാണ്. അടുത്ത് ആളുടെ എൻഗേജ്മെന്റ് ഓൾറെഡി ബുക്കിങ്ങും കഴിഞ്ഞു. സോ ഓക്കെ, താങ്ക് യു. ഇത് ബ്രൈഡിൻ്റെ അനിയത്തിയാണ്. ഹൗ വാസ് എക്സ്പീരിയൻസ് വർക്ക് വിത്ത് us? So sweet. You guys are really great. താങ്ക് യു സോ മച്ച്. മേക്കപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ വാൽക്കണിയിൽ നിന്ന് നമ്മൾ കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. അറൗണ്ട് മോർണിംഗ് ഒരു 8:30 ആണെന്ന് തോന്നുന്നു. അമ്മയുടെ ഫോട്ടോസും വീഡിയോസും മിസ്സായി കേട്ടോ. അമ്മ കുറച്ച് തിരക്കിലായിരുന്നു താഴെ. വിവാഹം അടക്കം എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അതിൽ എന്ത് ചൂസ് ചെയ്യണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ തീരുമാനിക്കുന്നതാണ് നല്ലത്. ചുറ്റുമുള്ള ഇൻഫ്ലുവൻസും അല്ലെങ്കിൽ നമ്മളും കൺഫ്യൂസ് ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള വിവാഹ ചടങ്ങുകളിൽ പോകുമ്പോൾ അവിടെയുള്ള ഓരോ ചടങ്ങുകളും കാണുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു സീരിയസ് ആയ ഒരു കാര്യമാണ്. അത് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചാൽ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോകുന്ന സമയത്ത് തീരുമാനിക്കുകയാണെങ്കിൽ ആ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കറക്റ്റ് പാർട്ട്ണറിനെയും കൂടി കിട്ടിയാൽ എന്നുള്ളത് ഓരോ വിവാഹത്തിന് പോകുമ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ടൈം ഈസ് നോട്ട് എ മാറ്റർ. ഇപ്പം ടൈമിങ് നമുക്കൊരു വിഷയമല്ലാണ്ടല്ലേ. രാത്രിയും പകലും എല്ലാം ഒരുപോലെ ഫീൽ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ടൈം. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ സന്തോഷം. ടൈംനെസ് ഉണ്ടില്ലെന്നല്ല. സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. അമ്മ ഇടയ്ക്ക് അച്ഛനോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ് എന്ന്. നാളെ എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ കുറച്ച് പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നാളെ രാവിലെ എണീറ്റിട്ട് ചെയ്യാനായിട്ട് അല്ലേ. പക്ഷേ എൻ്റെ കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ മാച്ചിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ക്യാമ്പുകളായിക്കോട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് ഫാമിലിയുമായിട്ട് മാറി നിന്നപ്പോൾ ആ അകൽച്ച ഭയങ്കര പെയിൻഫുള്ളാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കാലം നമ്മളെ അന്യരോ നമ്മൾക്കിടയിലൊരു വിള്ളലോ ഉണ്ടാക്കും. വർക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരികയാണ് കേട്ടോ. ശ്രുതി ചേച്ചിയുടെ കാറിലാണ് നമ്മൾ ഒരുമിച്ച് എല്ലാവരും പോയത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും വന്നിട്ട് ചേച്ചിയുടെ കാറിൽ കയറിയാണ് അങ്ങോട്ട് പോയത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നിർത്തിയിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് അവിടെ നിർത്തി. അവിടെ നിന്ന് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോയി. അങ്ങനെ ചേച്ചി യൂബർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ഞാൻ കയറിയതിന് ശേഷം കേട്ടോ പോയത്. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം.